The Real FM 103.6. ശ്രദ്ധ. രാജ്യത്തെ ഭരണനിർവഹണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശം നൽകുന്നതാണ് 2005 പാർലമെന്റ് പാസാക്കിയ വിവരാവകാശ നിയമം. 2005 ഒക്ടോബർ 12 പ്രാബല്യത്തിൽ വന്ന ഈ നിയമത്തിൽ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായി എല്ലാ ഓഫീസുകളിലും പൊതുവിവരാധികാരികളെ നിയമിക്കണമെന്നും മേൽനോട്ടത്തിനായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കമ്മീഷനുകളെ നിയമിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുപോലുള്ള ചില വിവരങ്ങൾ ഒഴികെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ സർക്കാർ സഹായം പറ്റുന്ന മറ്റ് സ്ഥാപനങ്ങളുടെയോ കൈവശമുള്ള ഏതൊരു രേഖയും നിശ്ചിത തുക അടച്ച് അപേക്ഷിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകണമെന്നും വ്യവസ്ഥയുണ്ട്. എന്നാൽ ഇങ്ങനെ അപേക്ഷിക്കുന്ന ചില രേഖകൾ ലഭ്യമല്ല എന്ന് ഓഫീസ് അധികാരികൾ മറുപടി കൊടുക്കുന്നതായി പരാതികൾ ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഓഫീസുകളിൽ ഫയൽ കാണാതാവുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിരീക്ഷണം ഏറെ പ്രസക്തമാകുന്നത്. പൊതുരേഖാ നിയമമനുസരിച്ച് 5 വർഷം വരെ തടവും 10,000 രൂപ മുതൽ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഇത് എന്നാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്നത്തെ ശ്രദ്ധയിൽ ആദ്യം പ്രതികരിക്കുന്നു സാമൂഹ്യ പ്രവർത്തകൻ CR നീലകണ്ഠൻ. നമ്മുടെ രാജ്യത്ത് 2005 വിവരാവകാശ നിയമം വരുന്നത് ഒരു ജനാധിപത്യ വിപ്ലവമായിട്ടാണ് സാധാരണ മനുഷ്യർ കണ്ടത്. കാരണം മിക്കപ്പോഴും ഭരണകൂടം എന്ന വാക്ക് തന്നെ ഒരു ബ്ലാക്ക് ബോക്സ് ആയിരിക്കുകയും നമ്മളൊരു അപേക്ഷ കൊടുത്താൽ അപേക്ഷ ആർക്കെങ്കിലും കിട്ടിയോ, അതിനെന്തെങ്കിലും നടപടി ഉണ്ടായോ, അതിലെന്തെങ്കിലും പുരോഗതി ഉണ്ടോ, എന്തെങ്കിലും തീരുമാനമെടുത്തോ എന്നറിയാൻ നമുക്ക് ഒരു വഴിയും അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഭരണകൂടങ്ങളോട് അല്ലെങ്കിൽ പഞ്ചായത്തുകൾ മുതൽ പാർലമെന്റ് വരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വരെയുള്ള ഭരണകൂടങ്ങളോട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. നീണ്ട ഒരു ജനകീയ പോരാട്ടത്തിന്റെ ഫലമായി കൂടിയാണ് ഇത്തരത്തിൽ ഒരു നിയമ സംവിധാനം നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയത്. വളരെ ശക്തമായ നിയമ സംവിധാനമാണ് അത്. കാരണം നമ്മളൊരു അപേക്ഷ കൊടുത്താൽ 30 ദിവസത്തിനകത്ത് മറുപടി കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ നമുക്ക് അപ്പീൽ പോകാം. കൊടുക്കാത്ത ഉദ്യോഗസ്ഥന് ശിക്ഷ കിട്ടും. ഇത്തരത്തിലുള്ള നിരവധി വകുപ്പുകൾ ആ നിയമത്തിലുണ്ട്. അത് കുറെ കൂടി ചിലപ്പോൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സർക്കാരുകൾക്കുള്ള ഒഴിവുള്ളത് അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ബാധിക്കുന്നതാണെങ്കിൽ ചില വിവരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സാധാരണ മനുഷ്യർക്ക് അങ്ങനത്തെയുള്ള വിവരങ്ങളൊന്നും അല്ല വേണ്ടത്. സാധാരണ മനുഷ്യർ ഞാനൊരു അപേക്ഷ കൊടുത്താൽ അല്ലെങ്കിൽ ഞാനൊരു ആവശ്യം ഉന്നയിച്ചാൽ എന്താണ് സർക്കാരിന്റെ അക്കാര്യത്തിലെ തീരുമാനം, എവിടെ വരെ എത്തി എന്നറിയാനുള്ള ആ സാധ്യതയാണ് പ്രധാനം. അത് പരിഗണിക്കുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് 30 ദിവസത്തിനകത്ത് കൊടുത്തില്ലെങ്കിൽ കിട്ടില്ല. 30ാമത്തെ ദിവസം അവരൊരു മറുപടി കൊടുക്കും, ഫയൽ കാണാനില്ല. ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000-കണക്കിന് ഫയൽ ഉണ്ടാവും. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2016 അധികാരമേൽക്കുമ്പോൾ പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുകയാണ്. ഓരോ ഫയലും ഒരു മനുഷ്യന്റെ ജീവിതവുമായി കെട്ടുപിണങ്ങി കിടക്കുന്നു, ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു ഫയലിന് നമ്മൾ തീരുമാനം വൈകാൻ പാടില്ല. ഈ വിവരാവകാശം അതിനൊരു സഹായകമായ ഒരു ടൂളായി. ആ ടൂൾ വൈകിക്കുന്നതിന് ഒരു പ്രധാന കാരണം ഫയൽ മാറിപ്പോയി എന്നുള്ളതാണ്. പണ്ട് തന്നെ നമ്മൾ തമാശ കേട്ടിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിൽ വനംവകുപ്പിലെ ഫയൽ കൊണ്ടുപോയി ഒരുപക്ഷെ ആരോഗ്യ വകുപ്പിൽ വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ആ ഫയൽ കിട്ടില്ല. കാരണം ആരോഗ്യവകുപ്പുകാർ ആ ഫയൽ അവരുടെ അല്ല എന്ന് തീരുമാനിക്കും. അവർക്കറിയാം അത് വേറെ വകുപ്പിന്റെയാണെന്ന് നോക്കേണ്ട കാര്യം അവർക്കില്ല. വനം വകുപ്പുകാർക്ക് ആ ഫയൽ ഒരിക്കലും കിട്ടില്ല. ഇതൊരു തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് 90% കേസുകളിലും നിർണായകമായ കേസുകളാണെങ്കിൽ ഫയൽ കാണാനില്ല എന്നൊരു മറുപടി അവർ കൊടുക്കും. ഫയൽ കാണാനില്ല എന്ന മറുപടി യഥാർത്ഥത്തിൽ വിവരാവകാശ നിയമത്തിന്റെ സത്തക്കെതിരാണ്. കാരണം ആ ഫയലിന്റെ സൂക്ഷിപ്പുകാരൻ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സർക്കാർ വകുപ്പാണ്. സർക്കാരിന്റെ ഫയൽ വേറെ ആരെ സൂക്ഷിക്കാൻ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അത് സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളുടെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് വേറെ ശിക്ഷ വേണം. വിവരാവകാശത്തിന്റെ ശിക്ഷ മാത്രമല്ല. പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി പലപ്പോഴും ഫയൽ കാണാനില്ല, അല്ലെങ്കിൽ ഫയൽ മേലേക്ക് പോയി താഴേക്ക് പോയി എന്ന് പറയും. വിവരാവകാശത്തിലെ അവസാന അധികാരി വിവരാവകാശ കമ്മീഷണറാണ്. ഈ അടുത്ത ദിവസമാണ് വിവരാവകാശത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള യഥാർത്ഥമായ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു വിധി വിവരാവകാശ കമ്മീഷണറിൽ നിന്നുണ്ടായി. പലപ്പോഴും ഫയൽ കാണാനില്ല എന്ന് പറഞ്ഞാൽ കോടതികളോ മറ്റാളുകളോ മിണ്ടില്ല. പക്ഷേ വിവരാവകാശ കമ്മീഷണർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു, ഈ ഫയൽ കണ്ടിട്ടില്ല എങ്കിൽ അതിന് ഉത്തരവാദിത്വം ആ ഫയൽ സൂക്ഷിക്കുന്ന സർക്കാരിനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, വകുപ്പിനാണ്. അതുകൊണ്ട് തന്നെ വിവരാവകാശ കമ്മീഷണറുടെ ഈ വിധി അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. വിവരാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അത് ശക്തി നൽകുന്ന ഒരു വിധിയാണ്, നിയമത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ നിയതമായ കാലയളവിൽ സൂക്ഷിക്കേണ്ട ഫയലുകൾ കാണാതാകുന്നതിന് പിന്നിൽ ചില കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അത്തരം കൃത്രിമം കാണിക്കുന്നവർക്കെതിരെ നടപടികളെടുക്കാൻ സഹായിക്കുന്നതാണ് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ്. കോഴിക്കോട് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രസിഡന്റ് TKA അസീസ്.
2005 വിവരാവകാശ നിയമം പൗരനെ സംബന്ധിച്ചിടത്തോളം അറിയാനുള്ള അവകാശം സംബന്ധിച്ച വിപ്ലവകരമായ ഒരു നിയമമാണ്. ആ നിയമം പ്രവൃത്തിപഥത്തിൽ വന്ന് കുറെ വർഷങ്ങൾ പിന്നിടുമ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ഗൗരവത്തിലും ശക്തിയിലും ആ നിയമത്തെ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചില വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു വിവരാവകാശ രേഖ അന്വേഷിച്ചുകൊണ്ട് സർക്കാർ ഓഫീസിലെത്തുന്ന ഒരു പൗരനെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്ന രീതിയിൽ നിരുത്സാഹപ്പെടുത്തുന്ന സംസാരങ്ങളും, അതുപോലെ തന്നെ ആ രേഖ അദ്ദേഹത്തിന് കൊടുക്കുന്നതിൽ നിന്ന് മനം മടുപ്പിക്കുന്ന രീതിയിൽ കാലവിളംബം ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് പരാതി ഉയർന്നിട്ടുണ്ട്. ഞങ്ങളെപ്പോലെയുള്ള ഈ വിവരാവകാശ ഉപഭോക്തൃ സംരക്ഷണ പ്രവർത്തകന്മാർക്ക് ഇതിൽ പല അനുഭവങ്ങളും ഉണ്ട്. താനും ഒരു സർക്കാർ സ്ഥാപനത്തിൽ വിവരാവകാശ രേഖ അന്വേഷിച്ചു വന്നാൽ അത് ലഭ്യമല്ല, അല്ലെങ്കിൽ ആ ഫയൽ ഇവിടെ കാണുന്നില്ല എന്ന മറുപടി ഒരിക്കലും പറയാൻ പാടില്ലെന്നാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് നമുക്കറിയാം, ഒരു സർക്കാർ സ്ഥാപനത്തില് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സംവിധാനത്തില് ഒരു ഫയല് ഓഫീസിൽ നിന്ന് അത് നശിപ്പിക്കണമെങ്കിൽ തന്നെ അതിന് ചട്ടങ്ങളും ചില നിബന്ധനകളും ഒക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് തന്നെ ഒരുപാട് സമയമെടുത്ത് വർഷങ്ങൾ ഫയൽ പെൻഡിങ് വെച്ച് അതിനുശേഷമൊക്കെ ചെയ്യാവുന്ന ഒരു അനുമതിയൊക്കെ ഉണ്ട്. എന്നാൽ ഇത് ഇത്തരത്തിലുള്ള വർഷങ്ങളിലെ ഫയലുകൾ തന്നെ കാണാനില്ലെന്ന് പറഞ്ഞാൽ അത് അത്തരത്തില് ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്തു എന്ന് പറയാൻ പാടില്ല, നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ചില കൃത്രിമമുണ്ട്. അപ്പോ ഇതിനെതിരെ, ഇത്തരക്കാർക്കെതിരായിട്ട് ശക്തമായ ഇടപെടൽ വേണം എന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് വിവരാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ഉത്തരവ് അതിലേക്ക് വെളിച്ചം വീശുന്നത് നല്ലൊരു ശക്തമായ നിലപാടാണ്. ഇത്തരം ഫയലുകൾ ലഭ്യമല്ല എന്ന് പറയുമ്പോൾ അത് ക്രിമിനൽ കുറ്റമാണെന്നാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. പിഴയും തടവും ലഭിക്കാവുന്ന കുറ്റം. ഇത് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് മാതൃകാപരമായി ഈ രീതിയിലുള്ള ചില ശിക്ഷകളും ചില ഉത്തരവുകളും ഒക്കെ ഉണ്ടായാൽ തന്നെ ഈ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പ്രാവർത്തികമാവുകയും പൗരന് ഉപയുക്തമാവുകയും ചെയ്യുകയുള്ളൂ. ആ നിലക്ക് വിവരാവകാശ കമ്മീഷന്റെ പുതിയ നിരീക്ഷണവും ഉത്തരവും സ്വാഗതാർഹമാണ്. അത് നടപ്പിൽ വരുത്താനുള്ള ശക്തമായ നിലപാടുകൾ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വേണമെന്നാണ് പറയാനുള്ളത്. വിവരാവകാശ നിയമം മറ്റെല്ലാ നിയമങ്ങൾക്കും മുകളിലാണ്. ഫയൽ നഷ്ടപ്പെട്ടാൽ ക്രിമിനൽ നടപടികൾ കൈക്കൊള്ളാമെന്ന വിവരാവകാശ കമ്മീഷനുടെ ഉത്തരവ് വിവരാവകാശ അഴിമതി വിരുദ്ധ പ്രവർത്തകർക്ക് ആവേശം പകരുന്നതാണ്. പൊതുപ്രവർത്തകൻ സലീം മടവൂർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ശ്രീ അബ്ദുൽ ഹക്കീം നെഹയുടെ അടുത്ത ദിവസം ഉണ്ടായിരിക്കുന്ന ഉത്തരവ് അത് കേരളത്തിലെ എല്ലാ വിവരാവകാശ പ്രവർത്തകർക്കും ആവേശം പകരുന്നതും ഈ നിയമത്തിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാക്കുന്നതുമാണ്. വിവരാവകാശ കമ്മീഷൻ ഈയിടെയായിട്ട് വളരെ കൃത്യമായ ഉത്തരവ്, അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ ഗൗരവമായ ഇടപെടൽ നടത്തുകയും ഇത്തരം ഒളിപ്പിച്ചു വെക്കുന്ന ഫയലുകൾ പുറത്തു കൊണ്ടുവരാൻ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. വിവിധ വിവരാവകാശ അപേക്ഷകളിൽ വിവരാവകാശ അപേക്ഷ എത്തുമ്പോഴത്തേക്കും ഫയൽ മിസ്സിംഗ്, ഫയൽ കാണാനില്ല എന്നാണ് പലപ്പോഴും ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെ വിവരാവകാശ അപേക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന പതിവാണുള്ളത്. ഇത്തരം ഫയലുകൾ കാണാതിരുന്നാൽ അത് ക്രിമിനൽ കുറ്റമാകുമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു. നേരത്തെ ഇത്തരത്തിലുള്ള നിയമം സംസ്ഥാനത്തില്ലായിരുന്നു. കേന്ദ്രത്തിലാണ് PR ആക്ട്, അതായത് പബ്ലിക് റെക്കോർഡ്സ് ആക്ട്. ഇത് സെൻട്രൽ ഗവൺമെന്റിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റിൽ ഫയൽ മിസ്സായാൽ 5 വർഷം മുതൽ 7 വർഷം വരെ തടവ് കിട്ടിയ നിരവധി കേസുകളുണ്ട്. അതുകൊണ്ട് ഈ ഫയലുകളൊക്കെ തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഏർപ്പാടുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഫയലുകൾ 6 തരത്തിൽ സൂക്ഷിക്കണം. ഒരു ദിവസം കഴിഞ്ഞ് കീറിക്കളയാവുന്ന ഫയലുകൾ ഉണ്ടാവാം. 1 വർഷം സൂക്ഷിക്കേണ്ടതുണ്ട്, 3 വർഷം സൂക്ഷിക്കേണ്ട ഫയലുകളുണ്ട്, 10 വർഷം, 20 വർഷം അനന്തമായി സൂക്ഷിക്കേണ്ട ഫയലുകൾ, അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ സൂക്ഷിക്കേണ്ട ഫയലുകളുണ്ട്. ഏത് ഘട്ടത്തിൽ നശിപ്പിക്കുന്ന ഫയലുകളും അതിന് കൃത്യമായ പ്രൊസീഡിങ്സും രേഖകളും അതിന്റെ റെക്കോർഡുകളും വേണം. ഇതൊന്നും ഇല്ലാതെ ഏകപക്ഷീയമായി ഫയലുകൾ നശിപ്പിക്കാനോ നഷ്ടപ്പെടാനോ പാടില്ലാത്തതാണ്. ഇപ്പോൾ ചില വിമർശകർ ഉന്നയിക്കുന്നത് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അത് കേരളത്തിൽ PR ആക്ട് നിലവിലില്ലാത്തത് കൊണ്ട് കേരളത്തിന് ബാധകമല്ല എന്ന് ചില ആളുകളെങ്കിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ വിവരാവകാശ നിയമം എല്ലാ നിയമത്തിന്റെയും മുകളിലാണ്. 2 നിയമങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായാൽ അല്ലെങ്കിൽ തർക്കം ഉണ്ടായാൽ ഒന്നാമതായി നിൽക്കേണ്ടത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം സെൻട്രൽ PR ആക്ടിന് ഐഡന്റിക്കൽ
ആണെന്ന് പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ സെൻട്രൽ PR ആക്ടിന് ഐഡന്റിറ്റിക്കലായിരിക്കുന്ന സംസ്ഥാന വിവരാവകാശ നിയമം, ആ വിവരാവകാശ നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് PR ആക്ടിലെ വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫയൽ നഷ്ടപ്പെട്ടാൽ നടപടിയെടുക്കുമെന്നുള്ള വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് അത് വളരെ ഗൗരവമുള്ളതും സംസ്ഥാനത്ത് അഴിമതിക്കെതിരെ, പ്രത്യേകിച്ച് അഴിമതി കേസുകളുള്ള ഫയലുകളാണ് പൊതുവെ നഷ്ടപ്പെടുന്നതും കത്തിച്ചു കളയുന്നതും നശിപ്പിക്കുന്നതും അല്ലെങ്കിൽ കാണുന്നില്ല എന്ന് പറയുന്നതും ഒക്കെ ചെയ്യുന്നത് അഴിമതി ഫയലുകളാണ്. അത്തരം ഫയലുകൾ നഷ്ടപ്പെട്ടാൽ ഓഫീസ് അധികാരി ഉത്തരവാദിയാവുകയും അത്തരക്കാർക്ക് ഭാവിയിൽ കടുത്ത ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് വരാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായും അഴിമതി വിരുദ്ധ പ്രവർത്തകർക്കും വിവരാവകാശ പ്രവർത്തകർക്കും വളരെ സന്തോഷകരമായ ഉത്തരവാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വളരെ സജീവമായി ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് കുറച്ചുകൂടെ ഗൗരവമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. വിവരാവകാശ നിയമത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമായി ആവശ്യപ്പെടുന്ന ഫയലുകൾ കാണാനില്ല എന്ന് മറുപടി നൽകുന്ന സ്ഥാപന മേധാവികൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ് വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ യഥാസമയം അറിയാനുള്ള പൗരന്റെ അവകാശത്തെ അപഹസിക്കുന്ന നടപടികൾ കൈക്കൊള്ളുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ ശിക്ഷണ നടപടികൾ ഉണ്ടാവണം എന്ന വിവരാവകാശ കമ്മീഷനുടെ ഉത്തരവ് ശക്തമായി നടപ്പിലാക്കാനുള്ള ആർജവമാണ് സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.